കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പെണപ്പടക്കം പറഞ്ഞേ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകും. ഒരു കഥ കേട്ടാലോ? ഒരു പുല്ലാങ്കുഴലിന്റെ കഥ. മനോഹരമായ സംഗീതം മുഴക്കിക്കൊണ്ടിരുന്ന പുല്ലാങ്കുഴൽ തിരികെ സ്റ്റാൻഡിലെത്തിയപ്പോൾ സമീപത്തിരുന്ന മറ്റൊരു കുഴൽ പുല്ലാങ്കുഴലിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇത്ര മനോഹരമായി സംഗീതം പുറപ്പെടുവിക്കാനാവുന്നത്? പുല്ലാങ്കുഴൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കഥയോ? അതേറെ രസകരമാണ്. ഞാൻ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. കാട്ടിൽ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഈ മനുഷ്യന്മാരെല്ലാം കൂടി ചേർന്ന് കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന് ഈ രൂപത്തിലാക്കി. ഈ രൂപത്തിലാകാൻ ഞാൻ എന്ത് പണിപ്പെട്ടുവെന്നോ? പൊള്ളുന്ന വെയിലിൽ ചൂടിൽ എന്നെ ഇവർ വെച്ച് ജലാംശം മുഴുവൻ കളഞ്ഞ് ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കാനായി ശ്രമിച്ചു. അതുമാത്രമല്ല, എന്റെ ശരീരത്തിലെ ജലാംശം കളഞ്ഞപ്പോൾ തന്നെ അവർ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് സുഷിരങ്ങൾ ഉണ്ടാക്കി എനിക്കും എന്റെ കൂട്ടുകാർക്കും ഒരുപാട് വേദനിച്ചു. എങ്കിലും ഞാൻ ആ വേദനയെല്ലാം ഒരുപാട് സഹിച്ചു. ഓരോ ദിവസവും അയാൾ എന്നെ ഓരോ രീതിയിലേക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ടു. അങ്ങനെ അവസാനം വേദനകളും ഒരുപാട് ദിവസത്തെ അധ്വാനങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ രൂപത്തിലേക്ക് എത്തി. എങ്കിലും ഇപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ ഈ ശബ്ദം കേട്ട് എത്ര പേരാണ് സന്തോഷത്തോടെ എന്നെ വാങ്ങുന്നത്. അതുമാത്രമല്ല, എത്ര പേർക്കാണ് ഞാൻ ആശ്വാസം പകരുന്നത്. അടുത്തിരുന്ന പുല്ലാങ്കുഴൽ ചിന്തിച്ചു, ഇനിയും ഈ വേദന സഹിക്കണമല്ലോ എന്ന പേടിയിലായിരുന്നു ഞാനും ഇത്രയും ദിവസം. എന്നാൽ നിന്റെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകൾ എന്നെയും ചിന്തിപ്പിക്കുന്നു. എനിക്ക് നിന്നെപ്പോലെയാകാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം പലരും പല പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചല്ലേ ഇതുവരെ എത്തിയത്. വേദനകളും അവഗണനകളും പരിഹാസങ്ങളും കളിയാക്കലുകളും ഒന്നുമില്ലാതെ, ഒരു വേദനയുമില്ലാതെ ഒരു വിജയവുമില്ല. നമുക്കറിയാം, അരി തിളയ്ക്കുമ്പോൾ ആ ചോറിൻ്റെ രൂപത്തിലെത്താൻ എത്രമാത്രം വേദനകൾ സഹിക്കുന്നുണ്ടാവും. നല്ല നല്ല വസ്ത്രങ്ങൾ രൂപപ്പെടുന്നത് കൂർത്ത മുനയുള്ള സൂചി തുമ്പിലാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. വേദനകളുടെ കാലം വരുമ്പോൾ അതിനെ എതിർക്കാനല്ല, മറിച്ച് അതിന് മുകളിലൂടെ പറക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. കഴുകനെ പോലെ ആവാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് എപ്പോഴും കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും കാരണമാകാം. എന്നാൽ നമുക്ക് മാത്രമേ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ചും നമ്മുടെ വിജയത്തെക്കുറിച്ചും യഥാർത്ഥ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനാവും. പുല്ലാങ്കുഴലിനെ പോലെ വേദന സഹിക്കപ്പെടുമ്പോഴാണ് നല്ല സ്വരമായി മാറുന്നത്. അതുപോലെ തന്നെ സഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ഇടയാകട്ടെ.